ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CS-കാരുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സം ഓഫ് പ്രോഡക്റ്റും പ്രോഡക്റ്റ് ഓഫ് സമ്മും എക്സ്പ്രഷൻ സോൾവിങ്ങും കാര്യങ്ങളുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമുക്ക് ലോജിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലോജിക് ഡയഗ്രാം എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോജിക് മിനിമൈസേഷൻ കെ മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിക് എക്സ്പ്രഷനെ മിനിമൈസ് ചെയ്യുന്ന എങ്ങനെയാ കെ മാപ്പ് യൂസ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെന്തായാലും നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പറയുമ്പോഴേ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. അതിനുശേഷം ഡൗട്ട് മാത്രം നോക്കിയാൽ മതി ഇതിനകത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യന് ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ പോകണം. കാരണം തെറ്റാൻ സാധ്യത ഒരുപാടുള്ള ഒരു പോർഷനാണിത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ ടു ഇൻപുട്ട് ട്രൂത്ത് ടേബിൾ ഗിവൺ ബിലോ യൂസ് കെ മാപ്പ് ടു ഡിറൈവ് എ മിനിമൈസ്ഡ് സം ഓഫ് പ്രോഡക്റ്റ് ലോജിക് എക്സ്പ്രഷൻ. സം ഓഫ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ SOP, അതായത് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ള ഒരു ടു ഇൻപുട്ട് ട്രൂത്ത് ടേബിൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്താണ് കെ മാപ്പ് വെച്ച് സോൾവ് ചെയ്തിട്ട് നമുക്കൊരു മിനിമൈസ്ഡ് ആയിട്ടുള്ള SOP എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്? കെ മാപ്പ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻപുട്ട് ആണ്. എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് വേരിയബിൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് ടു ഇൻപുട്ടിന്റെ കെ മാപ്പ് ആണ് ആദ്യം വരയ്ക്കേണ്ടത്. ഓക്കെ, ടു ഇൻപുട്ട് കെ മാപ്പ് ആണ്. അപ്പൊ എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കെ മാപ്പിൽ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് നോക്കണം. അല്ലാതെ ഒരിക്കലും ഇത് കണ്ടു മനസ്സിലാക്കി വെക്കാമെന്ന് വിചാരിക്കരുത്. കണ്ട് മനസ്സിലാക്കിയാലും ഇത് വേഗം മറന്നു പോകും. ചെയ്ത് തന്നെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എ ബി എന്ന് എഴുതി. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസ് എ കെ മാപ്പ് ടു ഡിറൈവ് സം ഓഫ് പ്രോഡക്റ്റ് ആണ്, SOP ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. SOP. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? ഔട്ട്പുട്ടിൽ 1 ആയിട്ടുള്ളത് മാത്രം കൺസിഡർ ചെയ്യാം. ഔട്ട്പുട്ട് 1 ആയിട്ടുള്ളത് ഈ ഒരു കേസ് 1 ആണ്. 0 1 ഔട്ട്പുട്ട് 1 ആണ് ഇല്ലേ? അപ്പൊ നമുക്ക് ഇത് കൺസിഡർ ചെയ്യണം. പിന്നെ എന്താണ് 1 1 ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. SOPയുടെ കേസിൽ ഇങ്ങനെ എടുക്കുന്നതെന്നൊക്കെ അറിയാലോ, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള. അപ്പൊ 0 1 1. അപ്പൊ ഈ ഒരു ഔട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, ഇതും മാത്രം കൺസിഡർ ചെയ്യണം. അപ്പം ഈ രണ്ടെണ്ണം. അപ്പൊ ഇതെങ്ങനെ വരും? ടു ഇൻപുട്ട് കെ മാപ്പ് എങ്ങനെ വരയ്ക്കുക? ഇത് 0 ആയിരിക്കും, ഇത് 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇത് എന്താണ്? ഇത് 0 ആണ്, ഇത് 1 ആണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SOPയുടെ കേസിൽ ബാർ ഇട്ട്, അതായത് സാധാരണ രീതി ഇതെന്ന് വെച്ചാൽ ഇവിടെ B ബാർ ആയിരിക്കും അല്ലെ? ഇവിടെ B ബാർ ആയിരിക്കും, ഇത് B ബാർ ആയിരിക്കും, ഇത് B ആയിരിക്കും. B. അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? ഇത് A ബാർ ആയിരിക്കും, ഇത് A ആയിരിക്കും. അപ്പം ഇതിനകത്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്തേ 0 1. 0 1 1 ആണ്. 0 1 എന്ന് പറയുമ്പോഴത്തേനും 0 1 ഇതല്ലേ 0 1. എക്ക് 0 ബിക്ക് 1. അപ്പൊ എക്ക് 0 ബിക്ക് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അടുത്ത ഏതാണ്? 1 1. എക്കും 1 ആണ്, ബിയും 1 ആണ്. അതായത് ഈ ലാസ്റ്റ് കോളം ഇതായിരിക്കും. ഓക്കെ, അപ്പം 2 2 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഒരു കെ മാപ്പ് അല്ലെ മിനിമൈസ് ചെയ്യുന്നത്? ഇതിൽ കോമൺ ആയിട്ടുള്ള വേരിയബിൾ ഏതാണെന്ന് നോക്കും. അതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ഇക്വേഷൻ ഞാൻ F = എന്ന് എഴുതാമേ. F = ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും? ഇതിനകത്ത് എന്തുണ്ട്? ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ രണ്ട് ഇതടങ്ങുന്നത്. അതായത് എങ്ങനെയാണ് കെ മാപ്പിൽ ഗ്രൂപ്പിംഗ് എന്നൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. ഗ്രൂപ്പിംഗ് എങ്ങനെയാണ്? മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സെല്ലിനെ, അടുത്തടുത്തുള്ള മാക്സിമം പോസിബിൾ സെൽസിനെ ആയിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ചെയ്യുമ്പം 2n സെൽസിനെ ആയിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 2n സെൽസിനെ ആയിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യം ഓർക്കണം. പിന്നെ അല്ലാണ്ട് കെ മാപ്പിന് കുറച്ച് റൂളും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തേക്കണം, എന്നുവെച്ചാൽ ഓർത്ത് വെച്ചേക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു കെ മാപ്പ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നോക്കി എന്ത് വരും ഇതിനകത്ത്? ബി. ഇതിനകത്ത് ആകെ കോമൺ, ഈ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഈ കോളത്തിൽ നോക്കുമ്പോഴത്തേനും ഇല്ല. ആകെ കോമൺ ആയിട്ടുള്ളത് ഈ ഒരു ബി എന്ന് മാത്രമേ പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ബി ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടിയതാണ് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ, മിനിമൈസ്ഡ് സം ഓഫ് പ്രോഡക്റ്റ് ലോജിക് എക്സ്പ്രഷൻ. F = B. This is the final answer. ഫൈനൽ ആൻസർ ആണ് കാണിച്ചേക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുവാണ് സം ഓഫ് പ്രോഡക്റ്റ് ലോജിക് എക്സ്പ്രഷനും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് സം ലോജിക് എക്സ്പ്രഷനും കൂടി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യും? ഔട്ട്പുട്ടിൽ 0 വന്നിരിക്കുന്നത് കൺസിഡർ ചെയ്യും. നമുക്ക് അതും കൂടി ഇതിനകത്ത് അങ്ങ് ചെയ്തു പോവാം. അതായത് ഔട്ട്പുട്ട് 0 ഉള്ളത് കൺസിഡർ ചെയ്യും. പ്രോഡക്റ്റ് ഓഫ്
സമ്മിന്റെ കേസിൽ. ഇത് 2 വേരിയബിൾ ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. 3 വേരിയബിൾ 4 ഒക്കെ ആയി കഴിയുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നോക്കേണ്ടതുണ്ട്. നമുക്കിനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് അങ്ങനെ ചെയ്യാം. അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നത്, ഇതിൽ തന്നെ ജസ്റ്റ് മാർക്ക് ചെയ്യാം 0 0. അതായത് ബാക്കി രണ്ടെണ്ണത്തിലായിരിക്കും എന്ത് POS ഫോം ആകുമ്പോഴത്തേനും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 0 ആയിരിക്കണം. അറിയാലോ, ഇതായിരിക്കും. അപ്പൊ ആൻസർ B ബാർ ആയിരിക്കും അല്ലേ. അതായത് പ്രോഡക്റ്റ് ഓഫ് സമ്മിന്റെ കേസിൽ എഴുതുവാണെങ്കിൽ B ബാർ ആയിരിക്കും. ഇതിപ്പോ 2 ഇൻപുട്ട് ആയതുകൊണ്ടാണ് ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. മറ്റേ 3 ഇൻപുട്ട് ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ്. അപ്പൊ ഇതെങ്ങനെയാന്ന് ജസ്റ്റ് മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. 2 ഇൻപുട്ട് ആണ്. ജസ്റ്റ് കൺസിഡർ ചെയ്തു, കെ മാപ്പ് നമ്മൾ എഴുതി, അതനുസരിച്ചിട്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. For the 3 input truth table given below, use a K-map to derive a minimized product of some logic expression. Question വളരെ വ്യക്തമാണ്. എന്നാൽ ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്, ജസ്റ്റ് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് K-map യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ നമ്മൾ നോക്കേണ്ടത്, ഇത് എത്ര വേരിയബിളിൻ്റെ തന്നേക്കുന്നത് നോക്കാം. A B C ഇതൊരു 3 വേരിയബിളാണ്. സോ 3 വേരിയബിൾ K-map ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എത്ര വേരിയബിളാണ് നോക്കുക, ആ വേരിയബിളിൻ്റെ K-map അങ്ങ് വരയ്ക്കുക. അതായത് ഒട്ടും ടൈം കളയാൻ നിൽക്കരുത്. K-map വരയ്ക്കുക. തന്നിരിക്കുന്ന POS ആണോ SOP ആണോ നോക്കണം. അതനുസരിച്ചിട്ട് സീറോസ് ആണോ വൺസ് ആണോ മാർക്ക് ചെയ്യേണ്ടത് നോക്കണം. അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് എഴുതാനായിട്ട് കുറച്ച് സമയം എന്തായാലും വേണം. അതിനുവേണ്ടി സമയം കുറച്ച് വെക്കുക. ബാക്കിയുള്ളതിനൊന്നും സമയം കൂടുതൽ കളയരുത്. 3 വേരിയബിൾ ആയതുകൊണ്ട് തന്നെ A B ആൻഡ് C നമ്പേഴ്സ്, അതായത് ഇത് 0 1 നമ്പർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം SOPയുടെ കേസ് ആണെങ്കിലും ശരി, POSന്റെ കേസ് ആണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ അതായിരിക്കും. 0 1 then 1 0 1 1. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, പോസ് ആണ്. സം ഓഫ് പ്രോഡക്റ്റ് അല്ല, പ്രോഡക്റ്റ് ഓഫ് സം ആണ്. പ്രോഡക്റ്റ് ഓഫ് സം ആകുമ്പോൾ സീറോസ് മാർക്ക് ചെയ്യണം. തന്നിരിക്കുന്ന ഔട്ട്പുട്ടിൽ സീറോസ് ഉള്ളത് ഏതാണോ അതിനെയായിരിക്കണം ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാൻ പോകും നമ്മൾ. നോക്കിയാൽ സീറോസ് ഏതാണ്, ഫസ്റ്റ് ഇതാണ്. അപ്പോൾ ഏതാണ് 0 1 0 0 1 0 എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം. അടുത്ത എന്താണ് 0 1 1 0 1 1നെ നമ്മൾ K-മാപ്പിലോട്ട് മാർക്ക് ചെയ്യണം. 1 0 1 1 0 1 അതെടുക്കണം. പിന്നെ എന്താണ് 1 1 0യും ലാസ്റ്റ് 1 1 1ഉം. അപ്പം ഇത്രയും കേസാണുള്ളത്. അപ്പോൾ ഈ കേസാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഏതാണ് 0 1 0 0 1 0 ഇതല്ലേ 0 1 0 എന്ന് പറഞ്ഞാൽ 0 മാർക്ക് ചെയ്തു. 0 1 1 0 1 1 എന്ന് പറഞ്ഞതല്ലേ, സോ 0 1 1 മാർക്ക് ചെയ്തു. അടുത്തതാണ് 1 0 1 1 0 1 ഏതാണ് 1 0 1 എന്ന് പറയുന്നത് ഇതല്ലേ 1 0 1. അടുത്തതാണ് 1 1 0 1 1 0 എന്ന് പറയുന്നത് ഇതാണ് 1 1 0. ലാസ്റ്റ് ഏതാണ് 1 1 1 മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ട്രൂത്ത് ടേബിൾ തന്നിട്ട് K-മാപ്പിലോട്ട് മാപ്പ് ചെയ്ത് ഇനിയും എന്ത് ചെയ്യാം, POSന്റെ ഇക്വേഷൻ തരും, എക്സ്പ്രഷൻ തന്നിട്ട് മാപ്പ് ചെയ്യാൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യനും ഉണ്ട്, നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നോക്കി ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു. POS ആയതുകൊണ്ട് തന്നെ സീറോസ് ആണ് മാർക്ക് ചെയ്തത്. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്രൂപ്പ് ചെയ്യാം. കാണുമ്പോൾ തന്നെ അറിയാം 2 ഗ്രൂപ്പാണ് വരിക. ഒന്നാമത്തെ ഗ്രൂപ്പ് ഇതാണ്, ഇതൊന്നാമത്തെ ഗ്രൂപ്പാണ്. മറ്റേ ഗ്രൂപ്പിന് ഞാൻ വേറെ കളർ എടുക്കാം. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. 2n സെല്ല് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യണമെന്നൊക്കെ ഓർത്തോണം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കിയേ. ഫസ്റ്റ് ഇത് നോക്കിയേ, ഈ ഗ്രൂപ്പ് നോക്കി. ഈ ഗ്രൂപ്പിൽ ഏതാണ് കോമൺ വരിക, 1 1ഉം 1 0യും. ഇതിൽ കോമൺ എന്തുണ്ട്, 1 ഉണ്ട്. ദാറ്റ് ഈസ് A എന്ന് പറയുന്നത്, A ബാർ എന്ന് പറയുന്നത് കോമൺ ആണ്. A ബാർ 1ന്റെ കേസ് ബാറും 0യ്ക്ക് എയും ആയിരിക്കും POSൽ, അത് മറന്നു പോകരുത്. A ബാറും ഇതിലേതാണ് കോമൺ ഇവിടെ ഉള്ളത്, C ബാർ. A ബാർ പ്ലസ് C ബാർ, പ്ലസ് അല്ലേ വരുള്ളൂ, പ്ലസ് C ബാർ. ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്, POS ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് എഴുതാൻ. ഇതിലെന്ത് വരും കോമൺ ആയിട്ട്, ഇതിനകത്ത് എന്തുണ്ട്, B ബാർ അല്ലേ ഉള്ളൂ കോമൺ. 0 1 1 1ൽ B ബാർ കോമൺ, ഇതിനകത്തൊന്നുമില്ല. സോ B ബാർ. അപ്പോൾ ഫൈനലി നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, നമ്മുടെ മിനിമൈസ് ചെയ്ത ലോജിക് എക്സ്പ്രഷൻ F is equal to the product of sum ആണ്. അപ്പോൾ ഈ സം ടേംസിന്റെ പ്രോഡക്റ്റ് ആണ് B ബാർ. ഫസ്റ്റ് ടേം എന്താ വന്നിരിക്കുന്നത്, B ബാർ എന്ത് ചെയ്യണം, B ബാർ ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് സം ആണ്. അടുത്ത എന്താണ് A ബാർ പ്ലസ് C
സി ബാർ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഫൈനൽ ഇക്വേഷൻ മനസ്സിലായല്ലോ? എഫ് ഇസ് ഈക്വൽ ടു ബി ബാർ ഇൻറ്റു എ ബാർ പ്ലസ് സി ബാർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് കിട്ടിയ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എസ് ഒ പിയുടെയും കൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ തനിയെ ഒന്ന് കണ്ടുപിടിച്ചു നോക്കുക. എസ് ഒ പി, അതായത് ഈ വന്നിരിക്കുന്ന റിമൈനിങ് ആയിട്ടുള്ള 3 എണ്ണേ ഉള്ളൂ. ഈ 3 എണ്ണം, അതായത് ഈ ഒന്ന്, അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എസ് ഒ പി കൂടെ കണ്ടുപിടിക്കാം. എസ് ഒ പി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും, ഇതും 1 വരും. സോ ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇതിനെ ഒറ്റയ്ക്കായിട്ടേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇതിനെ എൻ്റെയർ ആയിട്ട് എഴുതണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എത്രയാണെന്ന് മനസ്സിലായല്ലോ? ബി ബാർ ഇൻറ്റു എ ബാർ പ്ലസ് സി ബാർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഡിറ്റർമൈൻ ദ പ്രോഡക്റ്റ് ടേംസ് ഫോർ ദ K-map in the following figure and write the resulting minimum SOP expression. എന്താണ്, നമുക്ക് K-map തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദി പ്രോഡക്റ്റ് ടേംസ് ഫോർ ദ K-map. K-map നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് റിസൾട്ടിങ് മിനിമം SOP എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. കാണുമ്പോഴറിയാം 1 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ SOP എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. K-map നോക്കി ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു 4 വേരിയബിൾ K-map ആണ് അല്ലേ? 4 വേരിയബിൾ K-mapന് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഇതിന്റെ മുകളിൽ കറസ്പോണ്ടിങ് കോമ്പിനേഷൻസ് എഴുതാം. 0 0, then 0 1, 1 0, 1 1. അതുപോലെ തന്നെ ഇവിടെയും 0 0, 0 1, 1 0, 1 1. കറസ്പോണ്ടിങ് കോമ്പിനേഷൻ നോക്കിയിട്ട് ഇനി എങ്ങനെയാ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കേസ് 2n നമ്പർ ഓഫ് സെൽസ് വെച്ചിട്ടായിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇല്ല, 2n സെൽസ് വെച്ചിട്ടായിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. മാക്സിമം പോസിബിൾ ഗ്രൂപ്പാണ് എടുക്കേണ്ടത്, മാക്സിമം ആയിട്ടുള്ള സെല്ലുകൾ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് ഈ 4 വൺസ് ഇതിനെ നമുക്ക് ഒറ്റ ഗ്രൂപ്പ് ആക്കി കൂടെ. ഈ 8 എണ്ണം അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇതാണല്ലോ ഇതിനകത്തുള്ളതിൽ ഏറ്റവും പോസിബിൾ. പിന്നെ ഇങ്ങനെ ഇത് മൊത്തത്തിൽ എടുക്കാൻ പറ്റും. ഇത് 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ 2n അല്ല, അതുകൊണ്ട് ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് ഈ 4 എണ്ണത്തിന് എടുക്കാം. ഓക്കെ, ഞാൻ വേറൊരു കളർ വെച്ചെടുക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പ് വേണ്ടത് ഇത് നിങ്ങൾ തനിയെ ചെയ്തൊന്ന് നോക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് തെറ്റിപ്പോവാതെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് എടുത്തു, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇനി ഇതിനകത്ത് ഒരെണ്ണം കൂടി അല്ലേ ഉള്ളത്, ഇതേണ്ട ഈ ലാസ്റ്റ് വൺ. ഈ ലാസ്റ്റ് വൺ ഇങ്ങനെ 3 ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇതിനെ 2 ആക്കി എടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് കോമൺ വരുന്നത് മിനിമൈസ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നോക്കിയേ, ഇതിനകത്തുനിന്ന് ഏതാ കോമൺ വരിക? 0 1 1 1 1 1 എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് 1 ബി എന്ന് പറയുന്നതുണ്ട് അല്ലേ? ബി. ഇതിനകത്ത് എന്തെങ്കിലും കോമൺ വരുമോ? ഇല്ല. ഫുള്ള് 0 0 0 1 1 1 1 0 ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ ഇതിനകത്ത് 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. ഇതിനകത്തും നമുക്ക് ബി എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ കിട്ടുള്ളൂ. ബി എന്ന് എഴുതി. അടുത്തത് ഈ ഗ്രൂപ്പ് എടുക്കാം. ഈ ഗ്രൂപ്പിൽ നമുക്ക് എന്താ കിട്ടുക? കോമൺ ആയിട്ടുള്ളത് 1 1 1 0. ഈ 1 1 1 0യിൽ സി എന്ന് പറയുന്നത് ഉണ്ടാവും. പിന്നെ ഈ രണ്ടെണ്ണത്തിൽ എന്തുണ്ട്? 0 0 0 1 എയും ഉണ്ടാവും അല്ലേ? എ ആണോ? എ ബാർ സി എന്ന് കിട്ടും. നിങ്ങൾ തനിയൊന്ന് ചെയ്ത് നോക്കൂട്ടോ. എ ബാർ സി. ഇതിപ്പോൾ ഞാൻ 0 0 0 1 1 1 എന്ന് എഴുതിയിട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ സി ബാർ ഡി അങ്ങനെ എഴുതിയിട്ടാണെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നുന്നു. ഇങ്ങനെ 0 1 0 എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കോമൺ വരുന്ന എന്തോ അതിനെ എഴുതുക. ഇത് സം ഓഫ് പ്രോഡക്റ്റ് ആണെന്ന് മാത്രം ഒന്ന് ഓർക്കുക. അപ്പം ഇതിൻ്റെ കേസ് എന്ത് വരും? ഇതിൽ കോമൺ ആയിട്ടുള്ള എന്താണ്? ഇതിൽ 1 1 ഉം 1 0യും 1 1 ഉം 1 0യിൽ 1 ദാറ്റ് ഈസ് എ ഉണ്ട്. പിന്നെ ഇതിലോ 0 1 ദാറ്റ് ഈസ് എന്താണ്? സി ബാർ ഡി ഉണ്ട്. 0ക്ക് 1 സി ബാർ ഡി ഉണ്ട്. അപ്പോൾ ഫൈനൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ബി പ്ലസ് ഫൈനൽ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എന്തിലായിക്കോട്ടെ ബി പ്ലസ് എ ബാർ സി പ്ലസ് എ സി ബാർ ഡി. ഇതാണ് നമ്മുടെ ഫൈനൽ SOP എക്സ്പ്രഷൻ.
അപ്പോൾ മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന ഏത് വേരിയബിളാണെന്ന് നോക്ക്, കറസ്പോണ്ടിങ് എഴുതുക, മാക്സിമം നമ്പർ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് K-മാപ്പ് ഗ്രൂപ്പിങ്ങിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെല്ലാവരും നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ നോക്കി പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുക. ദെൻ ലാസ്റ്റ് നമ്മൾ മിനിമം എഴുതുമ്പം ശ്രദ്ധിക്കണം, ഇതിനകത്ത് കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: യൂസ് K-മാപ്പ് to minimize the following standard POS expression. Also derive the equivalent SOP expression. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു POS എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് സം ആണ്, അതായത് സം ടേംസിന്റെ പ്രോഡക്റ്റ് ആണ്. ഒരു POS എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം K-മാപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് SOP എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡ് POS എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇതിപ്പോൾ ഒരു 3 വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷൻ ആണ്. 3 വേരിയബിൾ അതിന്റെ എല്ലാ ടേംസിലും, അതായത് അതിന്റെ എല്ലാ ടേമിലും 3 വേരിയബിൾ പ്രസന്റ് ആയിരിക്കും. അതാണ് സ്റ്റാൻഡേർഡ് POS. സ്റ്റാൻഡേർഡ് SOPയും സ്റ്റാൻഡേർഡ് POSും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് POS എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് K-മാപ്പ് വെച്ച് മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 3 വേരിയബിൾ ആണ്. ABC എന്ന് പറഞ്ഞ 3 വേരിയബിൾ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് 3 വേരിയബിൾ K-മാപ്പ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു K-മാപ്പ് വരയ്ക്കുകയാണ്. നിങ്ങളൊന്നുണ്ടെങ്കിൽ എന്തായാലും തനിയെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇത് മിനിമൈസ് ചെയ്തിട്ട് എന്താ കിട്ടുന്നതെന്ന് നോക്കുക. അതിനുശേഷം വീഡിയോ ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങളത് നോക്കാൻ. അതായത് തനിയെ ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ തെറ്റാതെ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 3 വേരിയബിൾ എന്ന് പറയുന്നത് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട് അല്ലേ. 3 വേരിയബിൾ AB. ഞാനിങ്ങനെ എഴുതുന്നത്, നേരെ തിരിച്ചു നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. 0 0 0 1 വരും, 1 1 0. അപ്പോൾ ഞാനത് വേരിയബിളും കൂടി എഴുതാണ്. 0 0 0 1 1, ഇവിടെ 1 1 അല്ലേ, 1 1 1 0. അപ്പോൾ തെറ്റിപ്പോരുത്. സിക്ക് ഇവിടെ എന്താണ്? 0, ഇവിടെ 1. ഇത് POS എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആദ്യം? ഇപ്പം A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് 0 ആയിരിക്കും. Aക്ക് ബാർ ഉണ്ടോന്നുണ്ടെങ്കിൽ വാല്യൂ അത് A ബാർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇത് മനസ്സിൽ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി മാത്രമാണ്. അത് വെച്ചിട്ടാണ് നമുക്കിത് നോക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 0 0 എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഈ ഒരു കോളത്തിന്റെ മാത്രം പറയാം. 0 0 0 എന്ന് പറയുന്നത് എന്താണ്? A + B + C എന്നാണ് ഈ ഒരെണ്ണത്തിന്റെ അർത്ഥം POS അനുസരിച്ചിട്ട്. ഇനി ഞാനിപ്പോൾ ഇതിനകത്ത് സെപ്പറേറ്റ് ഒന്നും എഴുതുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതെന്താണിത്? A + B ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? A + B ബാർ. ഇത് A ബാർ + B ബാർ എന്ന് വരും. ഇതാണെങ്കിൽ എന്ത് വരും? A ബാർ + B എന്ന് വരും. ഇത് C, ഇത് C ബാർ. ഓക്കെ, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ POS വെച്ചിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്യണം. ഇത് POS ആയതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യുന്നത് 0 വെച്ചിട്ടായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മാർക്ക് ചെയ്യാം. നോക്കി, A + B + C. A + B + C എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ഉം 0 ആണ്. 0 0 0 എന്ന് വരുന്ന പോർഷൻ ഇതല്ലേ. സോ ഞാനിവിടെ 0 മാർക്ക് ചെയ്തു. അടുത്ത എന്താണ്? A + B + C ബാർ. അപ്പം A + B + C ബാർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 0 0 1. 0 0 1 വരുന്നത് എവിടെയാണ്? ഇവിടെ അല്ലേ. സോ 0 0 1. അടുത്ത് നോക്കിയേ, A + B ബാർ + C. A + എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, ഇത് നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. 0 1 0. അപ്പോൾ 0 1 0 എവിടെ വരിക? 0 1 0 എന്ന് പറയുന്നത് എവിടെയാണ് വരിക? സോ ഇതും നമ്മൾ 0 എന്ന് മാർക്ക് ചെയ്തു. അടുത്ത് നോക്കിയേ, A + B ബാർ + C ബാർ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 1. 0 1 1 എവിടെ വരിക? 0 1 1 എന്ന് വെച്ചാൽ അതെ ഈ ബോക്സിലും എന്ത് വരും? 0 വരും. 0 1 1. ഇനി എന്താണുള്ളത്? A ബാർ + B ബാർ + C ബാർ. A ബാർ പ്ലസ് എന്ന് വെച്ചാൽ 1 1 1, അതായത് ഇവിടെയായിരിക്കും വരാൻ പോണത്. 1 1 1. A ബാർ + B ബാർ + C ബാർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 1 1 അല്ലേ. A ബാർ B ബാർ C ബാർ എന്ന് വെച്ചാൽ 1 1 1. അപ്പോൾ 1 1 1 വരുന്ന എവിടെയാണ്? ഇതിലാണ്. അപ്പോൾ ഇതിലും ഞാൻ 0 മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ POS എക്സ്പ്രഷൻ തന്നിരിക്കുന്ന POS എക്സ്പ്രഷനെ എന്ത് ചെയ്തു? നമ്മൾ 3 വേരിയബിൾ K-മാപ്പ് വരച്ചു. 3 വേരിയബിൾ K-മാപ്പിൽ നമ്മളത് മാപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? K-മാപ്പിനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാലോ? 2n സെല്ല് വെച്ചിട്ടായിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. മാക്സിമം നമ്പർ വെച്ചിട്ടായിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ആ 2 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ തന്നെ വെച്ചേക്കണം. ഓക്കെ, 2n ആണ് എന്നുള്ളത് ഓർത്തോണം.
2n ആയിരിക്കണം, 2n സെൽസ്. സോ ഫസ്റ്റ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഫസ്റ്റ് വേണ്ട നമുക്ക് ഈ 4 2 ഗ്രൂപ്പേ വരുന്നുള്ളൂ. ഈ 4 കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഈ 4 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഈ 4 കൂടെ കോമൺ ആയിട്ട് ഇത് നോക്കിയേ, 0 0 0 1. ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? 0 ഉണ്ട്. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആണ്. സോ ഇവിടെ എഴുതാമേ, എ വന്നു. പിന്നെ അതിനകത്ത് കോമൺ ഇല്ല. പ്ലസ് ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എ എന്നായിരിക്കും അതിനകത്ത് കിട്ടുക നമുക്ക്, ഇല്ലേ? അപ്പം എ എന്ന് നമുക്ക് അവിടെ കിട്ടി. അതിനകത്ത് വേറെ കോമൺ ആയിട്ടൊന്നും ഇല്ലല്ലോ. ആദ്യത്തെ ഗ്രൂപ്പിങ്ങിൽ നമുക്ക് കിട്ടിയത് എത്രയാണ്? മിനിമൈസ് ചെയ്തപ്പം എ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി എവിടെയാണ്? ഇവിടെ ഒരു 0 ഉണ്ട്, ഇല്ലേ? അതിനെയും കൂടെ അടുത്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. അതിനെ എത്രയാ? 2 ആക്കിയല്ലേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കിയേ. ഇതിലുണ്ട് 0 1 1 1. അപ്പൊ ഇതിനകത്ത് ബി എന്ന് പറയുന്നത് കോമൺ ആണ്. ബി ആണോ? ബി ബാർ കോമൺ ആണ്. സോ ബി ബാർ എന്ന് എഴുതി. അതിനകത്ത് വേറെ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല. ബി ബാർ കോമൺ ആണ്. സോ ബി ബാർ എന്ന് എഴുതി. ഇനി ഇതിനകത്ത് കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇതുണ്ട് ഈ 1. ബി ബാർ ഈ 1 സി ബാർ. അപ്പൊ ബി ബാർ പ്ലസ് സി ബാർ. POS ആണ്, ശ്രദ്ധിച്ചോണം. ബി ബാർ പ്ലസ് സി ബാർ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഫൈനലി നമ്മുടെ POS, അതായത് ഫൈനലി നമ്മുടെ POSന്റെ ഇക്വേഷൻ എന്താണ്? ഞാൻ എഫ് എന്ന് ഇടുവാണ്. ഫൈനൽ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ആണ് വരിക, അല്ല എ ഫൈനൽ ഇക്വേഷൻ വരുന്നത് ഇൻറ്റു ബി ബാർ പ്ലസ് സി ബാർ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഫൈനലി നമുക്ക് കിട്ടുന്ന സോൾവ് ചെയ്തത് എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? എ ഇൻറ്റു ബി ബാർ പ്ലസ് സി ബാർ. ഇതാണ് നമുക്ക് POSൽ മിനിമൈസ് ചെയ്തപ്പോൾ, അതായത് ഈ ഇത്രയും നീളമുള്ള ഒരു ഇക്വേഷൻ തന്നിരിക്കുന്ന ഈ POS എക്സ്പ്രഷനെ നമ്മൾ മിനിമൈസ് ചെയ്ത് നമുക്ക് കിട്ടിയത് എന്താണ്? എ ഇൻറ്റു ബി ബാർ പ്ലസ് സി ബാർ. അതിന് ഈക്വൽ ആണ് ഈ എഴുതിയിരിക്കുന്ന സംഭവം. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഡിറൈവ് ദി ഇക്വലന്റ് SOP എക്സ്പ്രഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. POSനെ പോലെ തന്നെ SOPയും ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എളുപ്പമല്ലേ? പിന്നെ SOP എങ്ങനെ ഡിറൈവ് ചെയ്യും? SOP ആകുമ്പോഴത്തേന് 1, അതായത് ഇതിനകത്ത് 3 കോളം ഇതാ നമുക്കിനി ഫില്ല് ചെയ്യാനുണ്ട്, അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം? 1 ആഡ് ചെയ്യാം. 1 ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്താൽ പോരെ? 1 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാ? ഫസ്റ്റ് ഗ്രൂപ്പ് ഇതിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാം. ഇത് എഴുതുന്നത് SOP ആണ് കേട്ടോ. ഞാൻ SOP എന്ന് എഴുതാം ഇവിടെ. POS എങ്ങനെ എഴുതിയെന്ന് അറിയാലോ? ഇത് SOP. രണ്ടും കൂടെ മാറി തിരിഞ്ഞൊന്നും പോവരുത്. സം ഓഫ് പ്രോഡക്റ്റിലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പം ഈ ഒരു ടേമിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 1 0. 1 0 എന്ന് വെച്ചാൽ എന്താണ്? SOP ടേം അനുസരിച്ചിട്ട് 1 0 ഇതല്ലേ ഉള്ളൂ. ഇതിൽ കോമൺ ഒന്നും ഇല്ലല്ലോ. 1 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ബി ബാർ അല്ലേ? എ ബി ബാർ അല്ലേ 1 0 എന്ന് പറഞ്ഞാൽ? ഇത് എന്ത് ഇക്വേഷൻ ആണ്? SOP ടേം ആണ്. ഇനി ഒന്നും കൂടെ ഉണ്ടല്ലോ, ഒരു ഗ്രൂപ്പും കൂടെ വരുമല്ലോ. SOP അനുസരിച്ചിട്ട് ഒരു ഗ്രൂപ്പും കൂടെ വരും. ഇതുണ്ട് ഈ 1. ഇതിനെയും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്. ഇതിന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? ഇവിടെ സി ബാറും ഉണ്ട്, ഇവിടെ കോമൺ ആയിട്ട് എയും ഉണ്ട്. ഇതിന് ഞാൻ ഇവിടെ എഴുതാണ്. എ ഉണ്ട്, സി ബാർ, എ ഇൻറ്റു സി ബാർ എന്ന് വരും. സി ബാർ ഇതല്ലേ കിട്ടിയത്? ഇതിൽ കോമൺ ആയിട്ട് ഇതെന്തുണ്ട്? സി ബാർ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. സോ എ ഇൻറ്റു സി ബാർ. ഫൈനൽ ഇക്വേഷൻ എന്താ വരിക? ഞാൻ POSന്റെ കേസിൽ SOPയുടെ ടേമിന് ഞാൻ F ഡാഷ് എന്നോ അല്ലെങ്കിൽ FSOP എന്ന് എഴുതിയാൽ മതി കേട്ടോ. എനിക്കിപ്പോൾ എഴുതാനുള്ള ഇത് കൊണ്ടിട്ടാണ് എഴുതാത്തെ. SOPയുടെ ഇക്വേഷൻ എങ്ങനെ വരും? SOPയുടെ ഇക്വേഷൻ ഇതാണ്. എ ബി ബാർ ഇൻറ്റു, അതായത് ഈ മുകളിലത്തേന് ഇക്വലന്റ് ആയിട്ടുള്ള SOP എ ബി ബാർ ഇൻറ്റു അല്ലല്ലോ, എ ബി ബാർ പ്ലസ്, മാറിപ്പോരുത്, SOP സം ഓഫ് പ്രോഡക്റ്റ് ടേമിന് സം ചെയ്യാണ്. എ ബി ബാർ പ്ലസ് എ സി ബാർ, ഇതാണ് നമ്മുടെ ഇക്വലന്റ് SOP എക്സ്പ്രഷൻ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നത് എന്താണ്? ഒരു POSന്റെ ഇക്വേഷൻ, നമുക്ക് ഒരു എക്സ്പ്രഷൻ തന്നു. POS എക്സ്പ്രഷൻ തന്നിട്ട് അതിനെ കെമാപ്പ് യൂസ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യാൻ പറഞ്ഞു. POS SOPയും തമ്മിൽ തെറ്റിപ്പോകാൻ സാധ്യത ഒരുപാടുണ്ട്. 0യും 1ഉം അല്ലെ 1ഉം 0യും, അതുപോലെ തന്നെ പ്ലസ് എവിടെ വരും, ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ എവിടെ വരും, അതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലിരിക്കുകയുള്ളൂ. സോ അത് ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ,
അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് SOP ടേമിൽ തന്നിട്ട് ഇക്വലന്റ് POS കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇതിപ്പോൾ 3 വേരിയബിളേ ഉള്ളൂ. 4 വേരിയബിൾ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ കൺഫ്യൂസിങ് ഉണ്ടാകും. പക്ഷെ 4 വേരിയബിളും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് ഇപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ ഇതാണ്: convert the following SOP expression to an equivalent POS expression. ഇതും നമ്മുടെ SOP POSന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നോക്കിയാൽ തന്നിരിക്കുന്ന SOP എക്സ്പ്രഷനെ ഇക്വലന്റ് ആയിട്ടുള്ള POS എക്സ്പ്രഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നോക്കിയേ. A bar B bar C bar plus A bar B C bar plus A bar B C plus A B bar C plus A B C എന്ന് പറഞ്ഞേക്കുന്ന SOP എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു 3 വേരിയബിൾ ആണ്. 3 വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഔട്ട്പുട്ടിൽ മൊത്തം 8 കോമ്പിനേഷൻസ് ഉണ്ടാവും അല്ലേ. 2⁻3 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. 2⁻3 = 8. 8 കോമ്പിനേഷൻസ് നമുക്ക് എന്തുണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പം അതിനകത്ത് തന്നിരിക്കുന്ന SOP എത്ര എണ്ണം തന്നിട്ടുണ്ട്? 5 എണ്ണം. അതിനകത്ത് 5 എണ്ണം നമുക്ക് എന്തായിട്ട് തന്നിരിക്കുന്നത്, SOPക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. 5 കോമ്പിനേഷൻസ് മാത്രമേ എന്തിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, SOPയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഏതൊക്കെയാ കോമ്പിനേഷൻസ്? നമ്മുടെ SOPയുടെ ടേമിൽ 0 0 0 0 0 0 അല്ലേ. ഇതെന്താണ് 0 1 0 ദെൻ 0 ബാർ ഉള്ളിടത്ത് 0 ഇട്ടു കേട്ടോ. 0 1 1. അടുത്ത ഏതുണ്ട്? 1 0 1. അടുത്ത എന്താണ്? 1 1 1. അപ്പോൾ ഈ 5 കോമ്പിനേഷൻസ് മാത്രമേ നമ്മൾ SOPയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി റിമൈനിങ് എത്ര കോമ്പിനേഷൻസ് ഉണ്ട്? 3 കോമ്പിനേഷൻസ് ഉണ്ട്. ആ 3 കോമ്പിനേഷൻസിന്റെ എഴുതുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഇക്വലന്റ് ആയിട്ടുള്ള POS കിട്ടുക. ഇനി റിമൈനിങ് 3 കോമ്പിനേഷൻസ് ഇല്ലേ, 3 എണ്ണം ഇനി ബാക്കിയില്ല. ഏതൊക്കെയാണത്? ഒന്നാമത്തെ ഏതാണ്? 0 0 1. ഒന്നാമത്തെ കോമ്പിനേഷൻ ഏതാണ്? 0 0 1. 0 0 1 ഇതിനകത്തില്ലല്ലോ. സോ അതെന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ ഏതാണ്? 1 0 1 അല്ലേ ഉള്ളൂ. 1 0 0 എന്ന് പറയുന്ന കോമ്പിനേഷൻ. 1 0 1 0 0 1 0 0 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ. പിന്നെ എന്താണ്? 1 1 0 1 1 0. ഈ 3 കോമ്പിനേഷൻസും നമ്മുടെ SOPയിലില്ല. അപ്പോൾ ഇതിനെ ആയിരിക്കും നമ്മൾ എന്തോ ആയിട്ട് എഴുതേണ്ടത്, POS ഫോമിൽ എഴുതേണ്ടത്. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഈ SOPക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലന്റ് POS കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തന്നിരിക്കുന്ന കോമ്പിനേഷൻ നമ്മൾ എഴുതി. അതിനകത്ത് ഓരോന്നും മൊത്തം 3 വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 8 പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് 5 എണ്ണം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി റിമൈനിങ് ഉള്ളതിനെ എഴുതി നമുക്ക് എന്ത് കിട്ടും, POS കിട്ടും. POS എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എങ്ങനെയാണ്, പ്രോഡക്റ്റ് ഓഫ് സം ആണ്. സം ടേം എഴുതിയിട്ട് അതിനെ പ്രോഡക്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ 0ക്കൊക്കെ എന്തായിരിക്കും, 0ക്കൊക്കെ അത് 1 ആയിരിക്കും. എന്ന് വെച്ചാൽ 0 എന്ന് പറഞ്ഞാൽ A ആയിരിക്കും, 1 എന്ന് പറയുമ്പോൾ ബാർ ഇട്ട് എഴുതും. നേരെ ഓപ്പോസിറ്റ്, SOPക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് അതൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? 0 0 1 നിങ്ങൾ തനിയെ എഴുതി നോക്കൂ കേട്ടോ. 0 0 1 എന്ന് പറയുമ്പോഴത്തേനും എങ്ങനെ എഴുതും? POS ഫോമിൽ A പ്ലസ് B പ്ലസ് 1ന് എന്ത് കൊടുക്കും? ബാർ, C ബാർ. A പ്ലസ് B പ്ലസ് C ബാർ. ഇതായിരിക്കും എന്താ? 0 0 1 ഇല്ലേ, ഇൻറ്റു 1 0 0. 1 0 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1ന് എന്ത് ബാർ? A ബാർ പ്ലസ് B പ്ലസ് C, B പ്ലസ് C. A ബാർ പ്ലസ് B പ്ലസ് C ആയിരിക്കും എന്താ? 1 0 0 ഇൻറ്റു അടുത്ത എന്താണ്? 1 1 1. A ബാർ 1ന് ബാർ കൊടുക്കണം കേട്ടോ, പ്ലസ് B ബാർ പ്ലസ് C പ്ലസ് C. ഇതാണ് എന്തിന് കറസ്പോണ്ടിങ്? 1 1 0. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, ഇക്വലന്റ് POS. അതായത് ഈ SOPക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഈ SOPക്ക് ഇക്വലന്റ് ആയിട്ടുള്ള POS ഫോമാണ് എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, നമുക്ക് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സിംപ്ലിഫൈ ദ ഫോളോവിങ് 3 വേരിയബിൾ ബൂളിയൻ ഫംഗ്ഷൻ യൂസിങ് എ കെ മാപ്പ്. എന്താ പറഞ്ഞേക്കുന്നത്? ഇത് വേറൊരു തരത്തിലാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ? വേറൊരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയേ. എഫ് ഓഫ് എ ബി സി ഫംഗ്ഷൻ ആണ്. എ ബി സി 3 വേരിയബിൾ ആണ്. സമ്മേഷൻ മിൻ ടേം ആണ് തന്നിരിക്കുന്നത്. എം അല്ല, മിൻ ടേം. എങ്ങനെയാണ് നമ്മുടെ മിൻ ടേമും മാക്സ് ടേമും എഴുതുന്നതെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഇതിപ്പോൾ മിൻ ടേം വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. മിൻ ടേം 147 വിത്ത് ഡോൺ കെയർ കണ്ടീഷൻസ്. ഡോൺ കെയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 3 വേരിയബിളിൻ്റെ 2 and 3. അപ്പോൾ ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഡോൺ കെയർ യൂസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എന്താണ് നോക്കിയേക്കുന്നത്? 3 വേരിയബിളാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? 3 വേരിയബിളിൻ്റെ കെ മാപ്പ് വരയ്ക്കാം. ഓക്കെ, 3 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കുകയാണ്. എ ബി സി എന്നുള്ളതാണ്. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, എ ബി സി എന്നുള്ളത്. അപ്പോൾ 3 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കുകയാണ്. 0 0ക്ക് 0 1ന് എ ബി സി. എ ബി സി. ഇപ്പം തന്നിരിക്കുന്ന നോക്കിയേ, മിൻ ടേംസ് തന്നിട്ടുണ്ട്. മിൻ ടേം എന്താണ്? 147. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തറിയണം? ഇതിനകത്ത് നമ്പറിങ്, അതായത് കെ മാപ്പ് എങ്ങനെ നമ്പർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കെ മാപ്പിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. എന്നിട്ട് അനുസരിച്ചിട്ടേ നമുക്ക് ഇതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മിൻ ടേം ആണ്. കാണുമ്പോൾ തന്നെ അറിയാം നമ്മളിത് എഴുതുന്നത് SOP ഫോമിലായിരിക്കും അല്ലേ? SOP യിലായിരിക്കും മിൻ ടേമും മാക്സ് ടേംസും ഒക്കെ അറിയാലോ. സോ നമുക്ക് എന്ത് ചെയ്യണം? 1 മാർക്ക് ചെയ്യണം. മിൻ ടേം തന്നിട്ടുണ്ട് 1 ഉം 4 ഉം 7. അപ്പോൾ 147 ഇതിനകത്ത് ഏതാ നോക്കണ്ടേ? അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഗ്രൂപ്പിൽ നമുക്ക് നമ്പർ ഇടാം. 0 1, ഇത് 2, ഇത് 3. 3 കഴിഞ്ഞിട്ട് എവിടെ? 4. ഇവിടെയാണോ 4? ഇവിടെ വരും 4 5 6 7. മൊത്തം 8 സെല്ലിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഇട്ടു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്, 1 ആണ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ഫസ്റ്റ് ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്തേക്കണം. 0 0 എഴുതി, then 0 1 1 0, then 1 1. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത്? നമ്പർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഡോൺ കെയേഴ്സും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡോൺ കെയേഴ്സ് എന്താണെന്നൊക്കെ അറിയാമല്ലോ. സോ ഞാൻ ഇതിനകത്ത് നമ്പർ ഏതാണ്? 147 മാർക്ക് ചെയ്യണത് ഇവിടെ. ഫസ്റ്റ് ഇവിടെ 1 4 എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? 4 7. ഇത്രയാണ്. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 147 ഗ്രൂപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ ക്വസ്റ്റ്യനകത്ത് എന്ത് തന്നിട്ടുണ്ട്? ഡോൺ കെയേഴ്സ് തന്നിട്ടുണ്ട്. ഡോൺ കെയർ തന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡോൺ കെയറിനെ കൂടെ മാർക്ക് ചെയ്തിട്ട് മാക്സിമം ഗ്രൂപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഡോൺ കെയർ ഏതാണ്? 2 and 3 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതൊരു ഡോൺ കെയർ ആണ്. 2 then 3. ഇതും ഒരു ഡോൺ കെയർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡോൺ കെയറിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വലിയ ലാർജ് ഗ്രൂപ്പ് ഒന്നും പോസിബിൾ അല്ല അല്ലേ? ആകെ ഉള്ളത് ഈ 2 ഡോൺ കെയറേ ഉള്ളൂ. പിന്നെ ഉള്ളത് എന്താണ്? മൊത്തം 3 വണ്ണേ ഉള്ളൂ. ഈ വണ്ണെ നമുക്ക് എങ്ങും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിനകത്ത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നതിന് ആദ്യം ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കി ഈ ഒരെണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്തൂടെ? 3ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. 2n സെല്ലിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കേസുകളാണ് കേട്ടോ. 2n സെല്ലിനെയാണ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്നത് ഈ 1ഉം ഈ ഡോൺ കെയറിനെയും കൂടെ ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ്. കണ്ടല്ലോ, ഫസ്റ്റ് ഗ്രൂപ്പ്. ഇതിലെന്താണ് കോമൺ ആയിട്ട് വരിക ഫസ്റ്റ് ഗ്രൂപ്പിൽ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഉണ്ട് ഇവിടെ, 0 0 ഉണ്ട്, 0 1 ഉണ്ട്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാർ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? എ ബാറും ഉണ്ട്, ഇവിടെ സി ഉണ്ട്. അപ്പോൾ എ ബാർ സി എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴും ആ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ അങ്ങ് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ തെറ്റിപ്പോവില്ല. ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുത്ത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തെറ്റുണ്ടാവാം. അതുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യുക, അപ്പം തന്നെ നോട്ട് ചെയ്യുക, ദെൻ അടുത്ത ഗ്രൂപ്പ് ചെയ്യുക, നോട്ട് ചെയ്യുക. അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഗ്രൂപ്പിനെയും ഉൾപ്പെടുത്താനും പറ്റും, തെറ്റിപ്പോകത്തുമില്ല. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്തു. രണ്ടാമത്തേന് ഈ ഒന്നിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡോൺ കെയറുമായിട്ട് തന്നെ ഗ്രൂപ്പ് ചെയ്യാം അല്ലേ? രണ്ടാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തത് ഈ ഗ്രൂപ്പാണ്.
ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇതിനകത്തുനിന്ന് എന്താ നമുക്ക് കിട്ടാൻ പോണേ നോക്കിയേ. ഇതിനകത്തുനിന്ന് എന്താ കിട്ടുക? ഇതിനകത്ത് കോമൺ എന്തുണ്ട്? 0 1 1 1. ഈ 1 കോമൺ അല്ലേ, സോ ബി ഉണ്ട് ഇതിനകത്ത് അല്ലേ, ബി. ഇതിനകത്ത് ബി ഉണ്ട്, പിന്നെ ഇതിനകത്ത് എന്തുണ്ട്? സി ഉണ്ട്. ബി സി എന്നായിരിക്കും കിട്ടി ഇതിനകത്ത് അല്ലേ. നമുക്ക് എന്ത് കിട്ടി? ബി സി എന്ന് പറയുന്നത് കിട്ടി. ഇനി നമുക്കിത് ഈ വണ്ണേ ഉള്ളൂ. ഈ വണ്ണേ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ഇതിന് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നിർത്താം. അപ്പോൾ ഈ ഒറ്റയ്ക്ക് നിർത്തുമ്പോൾ ഇതിനകത്ത് എന്താ കിട്ടുക? എൻറ്റയർ, അതായത് ഈ എൻറ്റയർ ആയിട്ടുള്ള 1 0 0 എന്നുള്ളത് കിട്ടും. 1 0 0 എന്ന് വെച്ചാൽ എന്താണ്? എ ബി ബാർ സി ബാർ, എ ബി ബാർ സി ബാർ. ഇത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്താ കിട്ടിയേ? എഫ് ഈക്വൽ ടു എ ബാർ സി പ്ലസ് ബി സി പ്ലസ് എന്ത് വരും? എ ബി ബാർ സി ബാർ, എ ബി ബാർ സി ബാർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ പല രീതിക്ക്, അതായത് തിരിഞ്ഞു മറിഞ്ഞു അങ്ങനെയൊക്കെ ചോദിക്കാം. ഇപ്പം നോക്കിയത് ഒരു ഡോൺ കെയർ കണ്ടീഷനും കൂടി ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡോൺ കെയർ എന്നൊക്കെ നിങ്ങൾക്ക് തിയറി പോർഷൻസ് ഒക്കെ അറിയാം. സോ ഡോൺ കെയറിനെയും കൂടെ ഉൾപ്പെടുത്തി മാക്സിമം കെമാപ്പിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടാകാൻ പറ്റും നോക്കുക. 2n സെല്ല് വെച്ചിട്ടേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ മൈൻഡിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടി? എ ബാർ സി പ്ലസ് ബി സി പ്ലസ് എ ബി ബാർ സി ബാർ എന്ന ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ സെക്ഷനിൽ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കണം. കാരണം കൂടുതൽ തെറ്റാൻ സാധ്യതയുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.